ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതിവിടെ കൊണ്ടൊന്നും അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. ഞാൻ ചോദിക്കുന്നതിനുള്ള ഉത്തരം രണ്ടുപേരും തരുന്നതുമില്ല. പക്ഷേ തരേണ്ടി വരും. ആദ്യം ഞാൻ വിഷ്ണുവേട്ടനെ ഇറക്കാനുള്ള വഴി നോക്കട്ടെ. അവൻ അവസാനമായിട്ട് സംസാരിച്ചത് അവന്റെ ബാപ്പ അബൂബക്കറിന്റെ അടുത്താ. അതവൻ ഈ വീട്ടിൽ നിന്ന് സംസാരിച്ചു എന്നാ പറയുന്നത്. അതിനുശേഷമാണ് അവനെ കാണാതായിരിക്കുന്നത്. ഏതോ ഒരു പട്ടി എവിടുന്ന് ഒരു കൈപ്പത്തി കടിച്ചോണ്ട് വന്നപ്പോ ഞാൻ കണ്ടത് അമ്മയുടെ മുഖത്തെ ഭയം, കണ്ണുകളിലെ പേടി, നിങ്ങളുടെ ഓരോരുത്തരുടെയും ചങ്കെടുപ്പ്. എന്താ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സില്? അമ്മ പറയേ, നസറിന് എന്താ സംഭവിച്ചേ? വേലായുധൻ വിഷ്ണുവേട്ടനെതിരെ കൊടുത്തിരിക്കുന്ന മൊഴിയിൽ ഒരു കൊലപാതകത്തെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഈ നസീറിന്റെ കൊലപാതകമാണോ? ദേ, എനിക്കറിയണം. ഇതിൽ പെട്ടിരിക്കുന്നത് എന്റെ ഭർത്താവാ. അറിയാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. മോളെ നടന്നെന്താന്ന്? മോളെ ഇതാ ചാച്ചപ്പനൊപ്പിച്ച പണിയാണ്. വേലായുധനുണ്ടായ മുൻവൈരാഗ്യത്തിന്റെ പേരിൽ ചാച്ചപ്പനാ വേലായുധനെ കുത്തിയത്. ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് വിഷ്ണുവിന്റെ പേര് പറഞ്ഞു പോയതാ മോളെ. ഞാനൊന്ന് ചെന്ന് വേലായുധനെ കണ്ടാ തീരുന്ന പ്രശ്നമുള്ളത്. എന്തായാലും എനിക്ക് എന്റെ വിഷ്ണുവേട്ടനെ നഷ്ടപ്പെടാൻ പാടില്ല. മറ്റുള്ളവർക്ക് വേണ്ടി ബലിയാടാവാനായി ഞാൻ എന്റെ വിഷ്ണുവേട്ടനെ വിട്ടുകൊടുക്കുകയില്ല. ആരെ വേണമെങ്കിലും അച്ഛന് കാണാം, എന്ത് വേണമെങ്കിലും സംസാരിക്കാം. പക്ഷേ ഒരാളും എന്റെ വിഷ്ണുവേട്ടനെ തിരക്കി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു പോരുത്. വേലായുധനെ കുത്തിയതിന് വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ വന്നത്. മാഡം സഹകരിക്കണം. സാറേ, വിഷ്ണു അല്ല അത് ചെയ്തത്. വേലായുധനെ കുത്തിയത് മാർക്കറ്റിനകത്തുള്ള ചാച്ചപ്പനാ. താൻ കണ്ടോ? കുത്തുന്ന താൻ കണ്ടോന്നാ ചോദിച്ചത്. മാഡം സഹകരിക്കണം പ്ലീസ്. മുകളിൽ നിന്നുള്ള ഓർഡറാണ്. അച്ഛാ, അവരവരുടെ ഡ്യൂട്ടി ചെയ്യട്ടെ. നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് ചെയ്യാം. വിഷ്ണുവേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് വിഷ്ണുവേട്ടന് വിശ്വാസമുള്ളിടത്തോളം കാലം വിഷ്ണുവേട്ടനെ രക്ഷിക്കാൻ ഇവിടെ നിയമമുണ്ട്. വിഷ്ണുവേട്ട, ധൈര്യമായിട്ടിരിക്കെ. ഇതിലും വലിയ കടമ്പകൾ കടന്നിട്ടുള്ളവരാ. ഈ പ്രതിസന്ധിയെ നമ്മൾ തരണം ചെയ്യും. വിഷ്ണുവേട്ട, ഒരു ടെൻഷനും വേണ്ട. ഞാനുണ്ടല്ലോ പുറത്ത്. ധൈര്യമായിട്ടിരിക്കെ. മാഡം, ഞങ്ങൾ വിഷ്ണുവിനെ കൊണ്ടുപോവാണ്. സഹകരിക്കണം മാഡം. പിടിച്ചേട്ടോ സർ. അർജുനേട്ടാ,
ആ ശാലിനി, എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. ശാലിനിക്ക് ഒന്ന് ഇവിടെ വരെ വരാൻ പറ്റുമോ? അർജുനേട്ടാ, നമ്മൾ പ്രതീക്ഷിച്ചത് സംഭവിച്ചു കഴിഞ്ഞു. ഓ, എന്നാ നമുക്ക് സ്റ്റേഷനിലേക്ക് തന്നെ പോവാം. ശരി, ഞാൻ ദാ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. ഓക്കെ ശരി, ഞാനിപ്പോൾ അങ്ങോട്ട് വരാം. ഇതിവിടെ കൊണ്ടൊന്നും അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. ഞാൻ ചോദിക്കുന്നതിനുള്ള ഉത്തരം രണ്ടുപേരും തരുന്നതുമില്ല. പക്ഷേ തരേണ്ടി വരും. ആദ്യം ഞാൻ വിഷ്ണുവേട്ടനെ ഇറക്കാനുള്ള വഴി നോക്കട്ടെ. ഒരു കാരണവശാലും സത്യം പുറത്തറിയരുത്. നമ്മളാരും ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ കുറ്റക്കാരൻ ചാച്ചപ്പനാ. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. ഗോപാലേട്ടാ, എന്നെ നീ ചതിക്കാതിരുന്നാൽ മാത്രം മതി. ഈശ്വര ദേവി. വിഷ്ണുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ രാഘവേട്ട. ആർക്കാ കൊടുക്കാനെന്നും പറഞ്ഞ് 10 ലക്ഷം രൂപയും കൊണ്ടാ പോയിരിക്കുന്നത്. ആർക്കാണെന്ന് ചോദിച്ചിട്ട് പറയുന്നുമില്ല. കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. പിന്നെ പണമിടപാട് എങ്ങനെയൊക്കെ വേണം അവന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഒരു കാലത്ത് വർഷങ്ങളായിട്ട് അവൻ ചെയ്തുകൊണ്ടിരുന്ന ജോലിയല്ലേ ഇത്. അല്ല, അതിനൊരു ഗ്യാപ്പ് ഒന്നല്ലേ ഉള്ളൂ. കാശിന്റെ കാര്യമൊക്കെ കൃത്യമായിട്ട് അവൻ ചെയ്തോളും. അതിന്റെ കാര്യത്തിൽ താൻ ടെൻഷൻ അടിക്കണ്ട. രാഘവേട്ട, എനിക്ക് അവന്റെ പെരുമാറ്റത്തിലെ പ്രശ്നമുള്ളൂ. സുഖമില്ലെന്നും ഡോക്ടറെ കാണിക്കണമെന്നും ഒക്കെ ശാലിനി പറയുന്നത് കേട്ടു. പോകുന്ന പോക്കിൽ എന്റെ ചെടിച്ചെട്ടുകളും ഇടിച്ച് നശിപ്പിക്കേണ്ടതായിരുന്നു. രാഘവേട്ട, ഞാനൊന്ന് ശാലിനി വിളിക്കട്ടെ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ടോന്നൊന്ന് ചോദിക്കാലോ. സ്വന്തം താല്പര്യത്തിൽ എന്തായാലും അവൻ പോയില്ല. ആരെങ്കിലും പിടിച്ചു പിടിയാലെ കൊണ്ടുപോയാലേ കാര്യം നടക്കും. സത്യമയാണല്ലോ. ഇനിയും വിവരം അറിഞ്ഞിട്ട് വിളിക്കുന്നതാണോ? എന്താ പറയണ്ടേ? ആ സത്യമേ, പറഞ്ഞു. ആ മോളെ, വിഷ്ണുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അത് സത്യമേ, ചിലപ്പോ റേഞ്ച് ഇല്ലാഞ്ഞിട്ടായിരിക്കും. ആ മോളെ, രാവിലെ പറഞ്ഞില്ലായിരുന്നോ അവനെ ഡോക്ടറെ കാണിക്കണമെന്ന്? ഡോക്ടറെ വിളിച്ച് ബുക്ക് ചെയ്തായിരുന്നോ? അവനായിട്ട് പോകത്തില്ല, നീ നിർബന്ധിച്ച് കൊണ്ടുപോകണം. അത് പറയാൻ വേണ്ടി ഞാൻ വിളിച്ചത്. എന്നാ ഞാൻ വെക്കട്ടോ? അല്ല സത്യമേ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ മോളെ?